സാറേ, സാമ്പത്തിക പ്രതിസന്ധി ഭയങ്കര പ്രശ്നമാണ്. പിന്നെ തൊഴിലില്ലായ്മയും. റിസർവ് ബാങ്ക് മൊറട്ടോറിയം പിൻവലിച്ചതോടെ വായ്പ എടുത്തവരൊക്കെ പ്രശ്നത്തിലാണ്. പണിയില്ലാതെ എങ്ങനെ തിരിച്ചടയ്ക്കാനെന്നാ പറയാ. ഇങ്ങനെ പോയാ മനുഷ്യൻ നട്ടം തിരിഞ്ഞത് തന്നെ. കടകളും വ്യാപാര സ്ഥാപനങ്ങളും എന്നു വേണ്ട, ബസ്, ഓട്ടോ ടാക്സി അടക്കമുള്ള തൊഴിലുടമകളും തൊഴിലാളികളും വരുമാനമില്ലാതെ ചക്രശ്വാസം വലിക്കുക. അതിനു പുറമെ ഈ പ്രവാസികളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള തിരിച്ചുവരവ്. മക്കളെന്തേ സുജയ്? അവരാങ്ങളൊന്ന് കൊണ്ടുപോയി. അതേതായാലും നന്നായി. ഞാൻ എന്തായാലും ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് വരുന്നതല്ലേ, അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്തു കോല സതീശേട്ടാ ഇത്, താടി മുടിയൊക്കെ വളർത്തി. വരൂ. സതീശേട്ടൻ വരുമ്പോ തന്നെ പറയണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ പറയാണ്ടിരുന്നാൽ എങ്ങനെയാ? ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. മൊറട്ടോറിയം കഴിഞ്ഞു കഴിഞ്ഞാൽ നടപടി ഉണ്ടാവുന്ന കേട്ടത്. നീ വിഷമിക്കാതിരിക്കേ. ഞാൻ ആ രാജനൊന്ന് വിളിക്കട്ടെ. ആ സതീഷേ, നീ ആകെ ആള് മാറിയല്ല. വാടാ, ഇരിക്കേ. നീ വരുന്ന വിവരങ്ങളൊക്കെ സൂച പറഞ്ഞറിഞ്ഞു. വേറെന്താ വിശേഷം? ഒന്നുമില്ല. ഞാൻ ക്വാറന്റൈൻ കഴിഞ്ഞ് ടെസ്റ്റും കഴിഞ്ഞ് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അതല്ലടാ, നീ ക്ഷീണിച്ചിരിക്കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചെന്നുള്ളൂ. അതല്ലാതെ അത് മനസ്സിനൊരു സുഖമില്ലടാ, അതിൻ്റെയാ. നിനക്കെന്ത് വിഷമം? ഇത്രയും വലിയ വീടുണ്ട്, ഗൾഫിൽ ജോലിയുണ്ട്, ആവശ്യത്തിന് പണം, ഒരല്ലലും ഇല്ല. പിന്നെ എന്ത് പ്രയാസം നിനക്ക്? നീ വാ, നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. ഞാൻ അതിനാ നിന്നെ വിളിപ്പിച്ച. നീ വാ, പറയാം. എടാ, എന്താ പറ്റി? നീ വിഷമിക്കാണ്ടിരിക്കേ, നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. ആ, ഒരാളുണ്ട്, നീ അറിയായിരിക്കും. നമ്മുടെ PW എഞ്ചിനീയർ പവിത്രൻ സാറേ. ആളുടെ പൂത്ത പൈസ ഉണ്ട്. ആദ്യമൊക്കെ ആള് പൈസ പലിശക്ക് കൊടുത്തിരുന്നു. നമുക്കൊന്ന് മുട്ടി നോക്കാം. പക്ഷേ ആള് കണ്ണുറങ്ങെങ്കിലേ ഒരു കുപ്പി വേണം. പിന്നെ കൈക്കൂലി പതിവാക്കിയ ആളല്ലേ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നീ വിഷമിക്കാണ്ടിരിക്കടാ, നമുക്കെല്ലാത്തിനും പരിഹാരമുണ്ട്. താങ്കൾ ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. 2000-ന്റെ നോട്ടിന്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ടാ എൻ്റെ ഒപ്പിന്റെ സ്പീഡ് കൂടുള്ളൂ. എത്ര വട്ടായി ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്?
എനിക്കിത് കേട്ട് കേട്ട് മടുത്തു. നിങ്ങളോടല്ലേ ഈ പറയണത് മുഴുവൻ. താങ്കളോട് കഴിഞ്ഞ ബില്ല് ഒപ്പിട്ടപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ, കൂടുതലൊന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട, അല്ലെങ്കിലുള്ള അവസ്ഥ അറിയാലോ. ആ കയറുവാ സതീഷേ. അതെ, ഒരു ഗസ്റ്റ് ഉണ്ട്, ഞാൻ പിന്നീട് വിളിക്കാം. ഇരിക്കി. സതീഷേ, കുഴപ്പമൊന്നുമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല, ടെസ്റ്റ് എടുത്ത് നോക്കിയതാ, നെഗറ്റീവാ. എന്നാലും സൂക്ഷിക്കണം. ഇതെന്താ സാധനം? ഇത് സാറിന് വേണ്ടി. ആ പിന്നെ ഞങ്ങൾ വന്നത് സതീഷിന് വേണ്ടി ഒരു സഹായം ചോദിക്കാനാ. അവൻ വീട് പണിതയിൽ ബാങ്കിൽ കുറച്ച് കടമുണ്ട്. അവിടെ നിന്ന് നോട്ടീസൊക്കെ വന്നു, അത് പെട്ടെന്നൊന്ന് അടയ്ക്കണം. സതീഷിൻ്റെ കയ്യിൽ കാശില്ലെന്നാ? പിന്നെ ദുബായിക്കൊന്നും പോണില്ലേ? അത് പുതിയ വിസയൊക്കെ ആയിട്ട് വേണം. ഇപ്പോൾ കോവിഡിന്റെ സമയമല്ലേ, ശരിയാകാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ബാങ്കിൽ ഇനി എത്ര കടമുണ്ട്? 40 ലക്ഷവും അതിന്റെ പലിശയുണ്ട്. അത്ര ഉണ്ടോ? സതീഷേ, എൻ്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. അതിനുള്ള ഫണ്ട് എൻ്റെ കയ്യിലുള്ളൂ, വേറെ കാശില്ല. അതുകൊണ്ടാ. വെരി സോറി, എന്നെ വിട്ടേക്ക്. സാറ് വിചാരിച്ചാൽ നടക്കില്ലേ? ഇവനത്ര പ്രയാസത്തിലായോണ്ടാ സാറിൻ്റെ അടുത്ത് വന്നത്. നടക്കില്ല രാജാ. സതീശനാണെങ്കിൽ ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. പിന്നെ എങ്ങനെ? ഇല്ലടാ, അത് ശരിയാവില്ല. ഞാൻ പിന്നെ വിളിക്കാം. സതീഷേ, ആൻ്റപ്പാ. എടാ, നീ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ നിന്റെ അടുത്തേക്ക് വരാനിരിക്കുകയായിരുന്നു. ഏതായാലും നീ വന്നത് നന്നായി. ഇപ്പൊ പണിയൊക്കെ കുറവാണ്. ഈ അസുഖം കാരണേ ഒരു രക്ഷയില്ല. ഇത് നമുക്ക് അടുത്ത ആഴ്ച തുടങ്ങാം. നീ സാധനങ്ങളൊക്കെ മേടിക്കും. എടാ, ഞാൻ അന്വേഷിച്ചത് എൻ്റെ വീട് പെയിൻ്റ് അടിക്കാനല്ല. പിന്നെ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരുമിച്ചല്ലേ പെയിൻറ്റിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. നാളെ മുതൽ പണിക്ക് ഞാനും വരുന്നുണ്ട്. അത് പറയാനാണ് നിന്നെ ഞാൻ അന്വേഷിച്ചത്. നീ ആളെ കളിയാക്കല്ലേട്ടാ. അല്ല ആൻ്റപ്പാ, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. എനിക്കൊരു പണി വേണം. സമ്പാദിച്ചതിൻ്റെ മുകളിൽ സമ്പാദിക്കുക നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. എടാ, ഞങ്ങൾക്ക് തന്നെ ഇവിടെ പണിയില്ല. ഇനി നീയും കൂടി വന്ന് ഉള്ള പണി കളയരുത്. ആൻ്റപ്പാ, ഞാൻ നിന്നെ കളിയാക്കിയതല്ല. സോറിയടാ, നിനക്ക് തിരക്കല്ലേ, പിന്നെ പറയാം. ശരി ശരി. ജോസഫേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ വീട്. നമുക്കേ ഈ വീടൊന്ന് വിറ്റുകൊടുക്കണം അവന്. നോട്ട് നിരോധനം കഴിഞ്ഞ് GST വന്നു. ദേ ഇപ്പൊ കൊറോണ. ഏതെങ്കിലും കച്ചവടം നടക്കണ്ടേ? ആരെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചു വരുമ്പോ ബാങ്കിൽ കണക്ക് കാണിക്കണം. വരവ് ചെലവ് കണക്കൊക്കെ കാണിച്ചു കഴിയുമ്പോൾ എന്ത് കച്ചവടം നടക്കാനാ? നല്ല പാർട്ടികളാരെങ്കിലും വീട് അന്വേഷിക്കുന്നവരുണ്ടാവില്ലേ? നല്ല കാര്യായി. ഇത്ര വലിയ വീടിന് ആര് വരാനാ? കാശുള്ളവൻ സ്വന്തം ഇഷ്ടത്തിനല്ലേ വീട് പണിയുള്ളൂ. ചേട്ടനൊന്ന് ശ്രമിച്ചു നോക്ക്. കാരണം ഇത് കുറച്ച് അത്യാവശ്യമുള്ളതുകൊണ്ടാ. എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ, അതാ. മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അവസ്ഥ ഇതാണ്. ഒരു കച്ചവടം നടക്കണില്ല. പിന്നെ സതീശൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ ദൈവാനുഗ്രഹവും. ആരെങ്കിലും വന്ന് കിട്ടിയാലായി. ഏതെങ്കിലും ഒരു കേസൊക്കെ ആണെങ്കിൽ ഞാൻ അറിയിക്കാം. വലിയ
ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് ചിന്തിക്ക്. ഇപ്പൊ സതീശേട്ട അനുഭവിക്കണ ഈ സങ്കടം കാണുമ്പോ എന്റെ ചങ്ക് പൊട്ട സതീശേട്ട, അതുകൊണ്ടായി പറയണേ. ഒരു കച്ചവടം നടക്കണില്ല. പിന്നെ സതീശന്റെ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ ദൈവാനുഗ്രഹവും. എടാ ഞങ്ങൾക്ക് തന്നെ ഇവിടെ പണിയില്ല. ഇനി നീയും കൂടി വന്ന് ഉള്ള പണി കളയരുത്. നടക്കില്ല രാജാ. സതീശനാണെങ്കിൽ ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. പിന്നെ എങ്ങനെ മേടിച്ച പൈസ തിരിച്ചു തരും? സതീഷേ, നീ എവിടെ പോണേ നേരത്ത്? നീ വാ, വന്ന് വണ്ടി കയറി. ഞാനില്ല, ഇല്ല, വാ, ഞാൻ വാ. വരില്ല. വന്ന് കേറാ. നീ എനിക്ക് ജീവിക്കണം. കേറ്. എനിക്ക് ജീവിക്കണം. കേറാ. കേറ്. സതീശേട്ടാ, ഇതെവിടെ പോയത്? സതീശേട്ടൻ ഇതെവിടെ പോയി? പറയാം, കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുക്ക്.
വെറും കടലാസ. ഇത് നിന്റെ കയ്യിലേക്ക് വരുമ്പോൾ നിന്റെ ജീവിതമാണ്. ബാങ്കിലെ കുടിശ്ശിക തീർത്ത് ജപ്തി നടപടികൾ തന്നെ ഒഴിവാക്കുക. ബാക്കി നമുക്ക് വഴി ആലോചിക്കാം. നന്ദി സാറേ. വരൂ, ആയിരിക്കൂ. ഞാൻ രാമദാസ്, പ്രവാസി അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ഇത് ജോർജ് ജോസഫ്, പ്രസിഡന്റ്. പിന്നെ ഞങ്ങൾ വന്നത് ജോലി നഷ്ടപ്പെട്ടു വരുന്ന പ്രവാസികൾക്ക് വേണ്ടി നമ്മുടെ യൂണിറ്റ് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. സതീഷിന് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നതിന് ഒരു ലോൺ ശരിയാക്കാം. അതിൽ കൂടി സതീഷിന് ഒരു സ്ഥിര വരുമാനം ഉണ്ടാവുകയും ചെയ്യും. അതെ, എന്താ സതീഷിന്റെ അഭിപ്രായം? ഞാൻ തയ്യാറാണ് സാർ. സന്തോഷമായില്ലേ? വലിയ സന്തോഷം സാർ. കാരണം ജീവിതം കൈവിട്ടു പോയൊരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. അസോസിയേഷനിൽ ചേർന്നപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ നന്ദി സാർ. എന്നാൽ ശരി, കാര്യങ്ങളെല്ലാം ഞങ്ങൾ വളരെ പെട്ടെന്ന് ശരിയാക്കി തരാം. എന്നാൽ നമുക്കിറങ്ങാം. ആ